ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ അങ്ങനെ നമ്മുടെ ഗൗതം പറയുന്നുണ്ട് പിങ്കിയുടെ അടുത്ത്, പിങ്കിക്ക് മനസ്സമാധാനം കിട്ടാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയല്ല വേണ്ടത്, മറിച്ച് അർജുൻ തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും പിങ്കിക്ക് അങ്ങോട്ട് ദേഷ്യം വരുക കേട്ടോ. അത് കേൾക്കണ ലക്ഷ്മി അമ്മക്കൊക്കെ ചിരി വരുവാണ്. നന്ദയാണെങ്കിൽ ജയിച്ച മട്ട് നമ്മുടെ ഗൗതത്തിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അത് കേൾക്കണ പിങ്കിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാണ്. ഈശ്വര, എല്ലാവരുടെ മുമ്പിൽ ചമ്മി നാണം കെട്ടല്ലോ എന്ന് വിചാരിക്കണ പിങ്കി വലിയൊരു പെട്ടിയിൽ നിറച്ച് തന്റെ തുണിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഉന്തിക്കൊണ്ട് വരുവാണ് പെട്ടി. അതിനുശേഷം പറയുന്നുണ്ട്, ഗൗതമിന്റെ പെണ്ണിന്റെ വായിരിക്കണ വർത്താനം കേൾക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ എന്തിനാ ഇവിടെ നിൽക്കണത്? ആരെ പ്രതീക്ഷിച്ചാണ് നിൽക്കണത്? ആരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ നിൽക്കണത്? എനിക്കിവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാനിപ്പ ഈ സെക്കൻഡ് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പോവാ എന്ന് പറഞ്ഞിട്ട് ആ ബാഗും തൂക്കിക്കൊണ്ട് ഇറങ്ങി പോകാൻ പോവാട്ടോ. ഗൗതമാണെന്നുണ്ടെങ്കിൽ പിങ്കി പോവല്ലേ, പറയട്ടെ, ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പുറകിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് പിങ്കി. പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പിങ്കി ഇറങ്ങി പോവാന്ന് പോണില്ല. കാരണം വെച്ചാൽ ഗൗതം ഇവിടെയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് പിങ്കിയും ഇവിടെ തന്നെ വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് പിങ്കി പോകുമൊന്നുമില്ല. ആ സ്റ്റെപ്പ് പടി ഇറങ്ങുമ്പോഴേക്കും തിരിച്ച് ഇങ്ങോട്ടനെ വരുമായിരിക്കും. നമ്മുടെ ലക്ഷ്മി അമ്മയാണെങ്കിൽ ഭർത്താവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അയാൾക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. കാരണം നമ്മുടെ നന്ദേനെ സപ്പോർട്ട് ചെയ്യണോണ്ട് അല്ലെങ്കിലും ദേഷ്യം തന്നെയാണല്ലോ. എന്തായാലും പിങ്കി ഇറങ്ങിപ്പോകുന്നൊരു ഭാഗത്തോട് കൂടിയിട്ടാണ് പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.